നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നാളത്തെ ദിവസത്തേക്കുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് എങ്ങനെ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹോംവർക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ അത് വെച്ചിട്ട് സ്റ്റോക്കുകളിൽ ഓർഡർ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ സ്റ്റോക്കുകളിൽ നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി വയ്ക്കുന്നു. നാളെ ആ ഓർഡർ ബ്ലോക്കുകളിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ശ്രീറാം ഫിനാൻസിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്താം. ഇതിൻ്റെ വോളിയം കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഹൈ വോളിയം വന്നേക്കുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ വോളിയം ഇല്ലാതെ തന്നെ ഇവിടെ റീടെസ്റ്റ് വന്നേക്കുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഹ്യൂജ് ഡൗൺ ട്രെൻഡ് വന്നു. അതിന് ശേഷം ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വന്ന് റീടെസ്റ്റ് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് താഴത്തേക്ക് വീഴുകയാണ്. സോ ദാറ്റ് നമ്മൾ ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇന്ന് കൺസിഡർ ചെയ്യുവാണ്. ഇത് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് നാളത്തെ മാർക്കറ്റിൽ ഈ ഏരിയ, ഈ സോണിനെ എങ്ങനെ മാർക്കറ്റ് കൺസിഡർ ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. ഇനി ഡൗൺ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതായത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് അത് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേ ക്യാൻഡിലേക്ക് മാറും. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസം ജൂലൈ 25-ാം തീയതി അതേ പോയിൻറ്റിൽ ജൂലൈ 25-ാം തീയതി അതേ പോയിൻറ്റിൽ പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം പോയിട്ട് നമുക്ക് അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ ഒരു ശ്രമം നടത്താം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ജൂലൈ 25-ലേക്ക് നമുക്ക് പോകണം. അപ്പോൾ 2024 ജൂലൈ 25 അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കണ്ടെത്തണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വോളിയം കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഇത് പ്രീവിയസ് ക്യാൻഡിലിനേക്കാൾ ഹൈ വോളിയം വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ ബൈയും വോളിയം അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ ദാറ്റ് അത് നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുകയാണ്. നാളെ ഇത് ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോഴത്തെ ഡേറ്റിലേക്ക് വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടുന്ന് നല്ലൊരു ഫോള് വന്നു. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തു. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കാവുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ റണ്ണിങ് മാർക്കറ്റിൽ ആ ദിവസം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഒത്തിരി നേരം ഇവിടെ മാർക്കറ്റ് നിന്നിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ പോലും നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുന്നില്ല. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോയിലേക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1:5 ആണ് അവിടെ നമുക്ക് കിട്ടിയേക്കുന്നതെന്നും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ മൂവ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. 2.67% ചേഞ്ചാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്ക് എന്ന രീതിയിൽ അവിടെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ താഴത്ത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നമ്മൾ കണ്ടെത്തിയ ഓർഡർ ബ്ലോക്കിൽ വന്നിട്ടാണ് ഇത് ഹിറ്റും ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് 0.6% ചേഞ്ച് ഉണ്ട്. മേളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്ലോസിങ്ങിൽ നിന്ന് 2% എബോ ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരെണ്ണം ശ്രീറാം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. ഇനി നമുക്ക് ഒരു 5 സ്റ്റോക്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒന്ന് അടയാളപ്പെടുത്തി വെച്ച് നോക്കാം. ഇത് അടുത്ത ദിവസം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നാളത്തെ മാർക്കറ്റ് ഒന്ന് നോക്കി കണ്ടെത്താം. അൾട്രാടെക് സിമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മൾ മുന്നെപ്പോഴോ അടയാളപ്പെടുത്തി വെച്ച ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് പോന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നേന്ന് അടയാളപ്പെടുത്താം. നമ്മൾ ഈ ഒരു ദിവസത്തെ മാത്രമേ അടയാളപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ബെയറിഷ് ഓർഡർ ബ്ലോക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിതാണ്. അതിൻ്റെ വോളിയം കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ ഒരു കഴിഞ്ഞ ക്യാൻഡിലുകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു ഹ്യൂജ് ഡൗൺ സൈഡ് വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇത് കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇതെല്ലാം അടയാളപ്പെടുത്തി തുടങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ.
ഇത് പഠനാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ നാളത്തെ മാർക്കറ്റിൽ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ഉള്ള സാധ്യത ഒരുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കറിയത്തില്ല നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങളിതിനെ നോക്കിക്കാണാൻ. പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ മാക്സിമം ഉപയോഗിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഒരെണ്ണം കണ്ടെത്താനുണ്ട്. താഴത്തേക്ക് നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും ഇല്ല, പ്രൈസ് പോയിൻറ്റുകളില്ല. സോ ദാറ്റ് നമുക്ക് ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിൽ പ്രൈസ് ഉള്ളതിന് നവംബർ 21 അപ്പോൾ ആ ദിവസത്തിൽ പോയിട്ട് നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നവംബർ 21 പോകണം. ഓക്കെ, നവംബർ 21 വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹ്യൂജ് ബുള്ളിഷ് മൂവ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, കഴിഞ്ഞ ക്യാൻഡിലുകളെ അപേക്ഷിച്ച് ഒരു ഹ്യൂജ് വോളിയം ഇവിടെ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാൻഡിലിൽ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. നാളെ അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ മാർക്കറ്റിൽ നമുക്ക് നോക്കി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ അതിനെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണ്. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ നോക്കിയാലും കാണാം, ഇവിടെയും അതേ പോയിൻ്റ് തന്നെ നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് അവിടെ അത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് അതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇനി നാളെയും അതങ്ങനെ തന്നെ മാർക്കറ്റ് വിലയിരുത്തപ്പെടുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ഈ രണ്ട് ഓർഡർ ബ്ലോക്ക് തമ്മിലുള്ള ചേഞ്ചും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. 2.5% ചേഞ്ചും ഉണ്ട്. സോ ദാറ്റ് നല്ലൊരു 2 പ്രൈസ് പോയിൻറ്റുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നാളെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ആഫ്റ്റർ മാർക്കറ്റ്, നാളത്തെ മാർക്കറ്റിന് ശേഷം നിങ്ങളൊന്ന് വിലയിരുത്തുക. ഓക്കെ, ഇനി മാരുതി. അപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെ ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ ഹോംവർക്ക്, അതായത് പ്രീവിയസ് ഡേയിലെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്താമെന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഓർഡർ ബ്ലോക്ക് റണ്ണിങ് മാർക്കറ്റിൽ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മളിതാ ഈ പോയിൻ്റ് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഹ്യൂജ് ഒരു ഫോള് വന്നു. അതിനുശേഷം ഇത് പിന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഒരു ടെസ്റ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലൊരു ഓർഡർ ബ്ലോക്കായിട്ട് അത് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കരുതാം. അതിനുശേഷം ഈ ഒരു ദിവസം തന്നെ നമുക്ക് ഇവിടെ വേറൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാണാനും കഴിയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്തു, അതിനുശേഷം കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും താഴത്തേക്ക് വന്നപ്പോഴും അതേ പ്രൈസ് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് തിരിയുവാണ്. സോ ദാറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് പ്രീവിയസ് ഡേ ലോയുടെ താഴത്തൊരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താനൊന്ന് ശ്രമിച്ച് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ചാർട്ട് കിടക്കുന്ന 2 ജാനുവരിയിൽ ആ പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് 2 ജാനുവരിയിലേക്ക് പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. 2 ജാനുവരി 2 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസ് മൂവ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ദാറ്റ് അവിടെ നല്ല വോളിയവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മളത് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് നാളത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അത് നിന്ന് കണ്ടെത്തണം. ഇനി ഈ 2 ഓർഡർ ബ്ലോക്ക് തമ്മിലുള്ള ഡിഫറൻസ്, പ്രൈസ് ഡിഫറൻസ് 3% അബവ് ആണ്. ഓക്കെ, ഇനി അത് അത്രയും വലിയ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ, ഒപ്പം ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടിയത് കൊണ്ടും നമുക്കിവിടെ വേറൊരു ഓർഡർ ബ്ലോക്കും കൂടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാൻ ശ്രമിക്കുവാണ്. ഇതിങ്ങനെ നാളെ സംഭവിക്കില്ല എന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ നമ്മൾ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുവാണ്. ബാക്കി നമുക്ക് നാളെ മാർക്കറ്റ് കണ്ടിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സോ ഇത് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസാണ്. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നമ്മൾ 10 ട്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 60% ഇല്ല 50% ശരിയായാൽ മതി. ഓക്കെ, 50-50 മതി, ഒരു 5 ശരിയായാൽ മതി. ഇവിടെ നമ്മൾ ആക്ച്വലി 5 ഇന്നത്തെ ഇതിൽ നമ്മൾ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം. അടുത്തത് അദാനി എൻ്റർടൈൻമെൻറ്റ്, അത് വേണ്ട. നമ്മൾ നിഫ്റ്റി 50 ഇതുവരെ ഒരു ദിവസം അടയാളപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. നിഫ്റ്റി 50 തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. നിഫ്റ്റി 50 എല്ലാ മാർക്കിങ്ങുകളും നമ്മൾ കളഞ്ഞു. അതിനുശേഷം ഇവിടെ കാണാം, ഇവിടെ ഒരു റണ്ണിങ് മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മളവിടെ അതിനെ അടയാളപ്പെടുത്തി വയ്ക്കുകയാണ്.
ഇവിടുന്ന് ഫോള് തന്നു, അതിനുശേഷം വീണ്ടും അവിടെ വന്നു, അവിടുന്ന് വീണ്ടും റിജക്ഷൻ തന്നു. സോ ദാറ്റ് താഴത്ത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, അത് ഇതാണ്. അതും കൂടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുവാണ്. ഇതെന്തുകൊണ്ടാണ് അതും കൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഹ്യൂജ് പുൾ ബാക്ക് താഴത്തേക്ക് ഹ്യൂജ് ബെയറിഷ് മൂവ് തന്നു. അതിനുശേഷം ഈ ബെയറിഷ് ക്യാൻഡലിനെ ക്രോസ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് തന്നു. അവിടുന്ന് നല്ലൊരു വൺ സൈഡഡ് മൂവ് മാർക്കറ്റ് മുകളിലേക്ക് തന്നിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിൻ്റെ മേളിൽ തന്നെ ഒരു റീടെസ്റ്റും തന്നിട്ടാണ് അത് അങ്ങോട്ട് മൂവ് ചെയ്തേക്കുന്നത്. രണ്ടാമത് ഇതേ ഓർഡർ ബ്ലോക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴത്തേക്ക് പോകുന്നപ്പോൾ താഴത്ത് ഇതൊരു സപ്പോർട്ടിംഗ് ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിൽ ഒരു ഹ്യൂജ് വോളിയം അവിടെ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. ഇവിടെ പക്ഷേ നമുക്ക് വോളിയം കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇൻഡെക്സ് ആയതുകൊണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ട്രേഡിംഗ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. നാളെ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നാളത്തെ ആഫ്റ്റർ മാർക്കറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഏഷ്യർ മോട്ടോഴ്സും കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്ന ഇതാണ്, ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് ഈ നല്ലൊരു ഡൗൺഫോൾ, ഹ്യൂജ് ഡൗൺഫോൾ ഇവിടെ വന്നേക്കുന്നു. സോ ദാറ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആഫ്റ്റർ കൺസോൾട്ടേഷൻ ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അവിടുന്ന് താഴത്തേക്ക് മൂവ് ചെയ്തേക്കുന്നു. സോ ഈ ഒരു ഏരിയ നമ്മൾ ഓർഡർ ബ്ലോക്കിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഇവിടം വരെയാണ് റീടെസ്റ്റ് തിരിച്ച് വന്നേക്കുന്നത്, അവിടം വരെയാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിനൊരു ഓർഡർ ബ്ലോക്കായിട്ട് കണക്കാക്കുന്നത്. ഇത് കുറച്ച് തവണ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് ഉള്ളിൽ നിന്ന് വരട്ടെ, ആ രീതിയിൽ ഒന്ന് നോക്കുക. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. പ്രൈസ് ആ പോയിന്റിൽ മറ്റേത് ദിവസമാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കിനി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ജനുവരി 2 അപ്പോൾ ജനുവരി 2 നമ്മൾ പോകുവാണ്. 2 ജനുവരി ഏഷ്യർ മോട്ടേഴ്സ് നമ്മൾ ഇതിനു മുന്നേ കുറച്ച് അടയാളപ്പെടുത്തലുകൾ അവിടെ നടത്തിയിട്ടുണ്ട്, അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു മൂവാണ് മുകളിലേക്ക് തന്നേക്കുന്നത്. സോ ദാറ്റ് ആ ഏരിയ വലിയൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യും. അത് ആക്ച്വലി ഇവിടുന്ന് തുടങ്ങും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും ലോ സൈഡ് തന്നെ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്താം. ഈ ഏരിയയാണ്. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയ 0.5% നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഏരിയ അവിടെ ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യർ മോട്ടേഴ്സ് നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ഏരിയയാണ് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഓർഡർ ബ്ലോക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 2.8% വ്യത്യാസമുണ്ട്. അത് നല്ലൊരു ഏരിയയാണ്. ഒപ്പം അതിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് സപ്പോർട്ടും എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിൽ നാളെ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമ്മളിപ്പോൾ മൊത്തം അടയാളപ്പെടുത്തിയത് 1, 2, 3, 4 ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം അപ്പോളോ ഹോസ്പിറ്റലും കൂടെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ കണ്ടെത്തുന്നത്, മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് എന്താണ് ചെയ്തത്. ഇതൊരു ലാസ്റ്റ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് തന്നെ ആ ഒരു ദിവസം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. നോക്കൂ, ഇവിടെ ഓപ്പൺ ആയത് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു റിവേഴ്സായി. അപ്പോൾ റിവേഴ്സൽ ട്രേഡുകളാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം എടുക്കുന്നത്. സോ ദാറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, നമുക്ക് എൻട്രി കിട്ടി. ഇനി ഈ ദിവസം തന്നെ താഴത്തൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് ഇതാണ്. വലിയ മൂവ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ വോളിയം കൂടി ഇടുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാകും. കണ്ടല്ലോ, ഹ്യൂജ് വോളിയം അവിടെ വന്നു പ്രീവിയസ് ക്യാൻഡിലുകളെ അപേക്ഷിച്ചിട്ട്. സോ ദാറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് താഴത്തുണ്ടായിരുന്നു, അത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് നമ്മൾ പറയും. അതേസമയം തന്നെ മുകളിൽ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കും കിട്ടി. സോ ദാറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി ആ ദിവസം അതിനെ അനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1:2 നമുക്ക് കിട്ടണം. നമ്മൾ വെക്കുന്നത് 0.5% സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടം വരെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:3 അത് ക്ലിയർലി കിട്ടുന്നുണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് രണ്ടും അവിടെ വർക്കും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ദിവസം വന്ന് നമ്മൾ ഓർഡർ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വോളിയം കൂടെ നമ്മളിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ വലിയ രീതിയിൽ താഴത്തേക്ക് മൂവ് വന്നിട്ടുണ്ട്. എന്നാൽ വോളിയത്തിൽ ഒരു വോളിയം കൺഫർമേഷൻ ഇവിടെ അടുപ്പിച്ച് 3 ക്യാൻഡിലുകളിൽ ബെയറിഷ് വോളിയം വന്നിട്ടുണ്ട്, റെഡ് വോളിയം കയറി വന്നിട്ടുണ്ട്. സോ ദാറ്റ് അതിനെ നമ്മൾ തൽക്കാലം ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുവാണ്. നാളെ ഇത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല, നമ്മളും പഠിക്കുന്ന സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങളിത് സ്വയം ഒന്ന് ഹോംവർക്ക് ചെയ്ത് പഠിക്കുക, നിങ്ങൾ പഠിക്കുന്നതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പഠിച്ച് സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡുകൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവുകയാണ്. ഈ ഓർഡർ ബ്ലോക്കിന് നമ്മൾ വലിയ വാലിഡിറ്റി തൽക്കാലം കൊടുക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, അത് ഇന്നലെ ക്ലോസ് ചെയ്ത തൊട്ടടുത്ത് നിൽക്കുന്ന പ്രൈസ് പോയിൻ്റ് ആയതുകൊണ്ടിട്ടാണ്. സ്റ്റാർട്ടിങ് ടൈമിൽ വരുന്ന വോളിയം വെച്ചിട്ട് ഈ ഏരിയയെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകാനുള്ള സ്ട്രെങ്ത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് നമ്മൾ പുതിയൊരു പ്രൈസ് പോയിൻ്റ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവേണ്ടത് ഈ ഒരു ഡേറ്റിലേക്കാണ്, ഡിസംബർ 2 വരെ നമുക്ക് പോകണം. എന്നാലേ നമുക്ക് ആ സ്റ്റോക്കിൽ ആ ഒരു പ്രൈസ് പോയിൻ്റ് കിട്ടത്തുള്ളൂ, ഡിസംബർ 2. അപ്പോൾ നമുക്കിനി 5 മിനിറ്റിലേക്ക് പോയിട്ട് ഡിസംബർ 2 പോവാം. ഇതിപ്പോൾ ജനുവരി 2 കിടന്നിരുന്നത്, നമ്മൾ ഡിസംബർ 2 പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഡിസംബർ 2 എത്തിയിട്ടുണ്ട്. ഇതിന് താഴെ പ്രീവിയസ് ഡേയുടെ ലാസ്റ്റ് ഡേയുടെ ലോയ്ക്ക് താഴെ നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കണ്ടെത്തണം. അത് വരുന്നത് ഇവിടെ നിന്നാണ്. അതിൻ്റെ വോളിയം കൂടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മിക്കവാറും ഇവിടെ ഒരു ഹ്യൂജ് വോളിയം വന്നിട്ടുണ്ടാവാം. അതെ, പ്രീവിയസ് ക്യാൻഡിലുകളെ അപേക്ഷിച്ച് വോളിയം കൂടുതലാണ്. ഓക്കെ, സോ ദാറ്റ് നമ്മൾ ആ ഏരിയയെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഒരു 0.5% ആണോ ഈ ചേഞ്ച് എന്നും കൂടെ നമുക്ക് നോക്കിയേക്കാം. യെസ്, 0.48% ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡലിനെ നമ്മൾ ഫുള്ളി ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തു. ഇനി ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ വരുവാണ്. ഇനി വന്നിട്ട് നമ്മളിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ 2 ഓർഡർ ബ്ലോക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് അത് 1.9 ഉണ്ട്. 2% ഒരു ചേഞ്ചാണ് അവിടെ നമുക്ക്. ഓക്കെ, സോ ദാറ്റ് ഇത്രയും സ്റ്റോക്കുകൾ, അതായത് ശ്രീറാം, അൾട്രാടെക്, മാരുതി, പിന്നെ നിഫ്റ്റി 50 ഇൻഡെക്സ് ആണ്, ഏഷ്യർ മോട്ടേഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഇത്രയും സ്റ്റോക്കുകൾ നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കുന്ന ഓർഡർ ബ്ലോക്കുകൾ നിങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കുക. അടുത്ത ദിവസം, അതായത് നാളെ തിങ്കളാഴ്ച, മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്കുകളെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു, 13-ാം തീയതിത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ 13-ാം തീയതി ഈ പറയുന്ന ഓർഡർ ബ്ലോക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ നമുക്ക് അടുത്തൊരു 10 ദിവസം ഈ ഒരു രീതിയിൽ ഒരു 5 സ്റ്റോക്കിൽ ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 50%, ഇപ്പോൾ 5 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു 2.5, 3 അല്ലേ, 3 സ്റ്റോക്ക് എങ്കിലും, ഇല്ലെങ്കിൽ പോട്ടെ 2 സ്റ്റോക്ക് എങ്കിലും നമുക്ക് 40% എങ്കിലും കിട്ടിയാൽ മതി എന്ന് വെച്ചാൽ, ഇപ്പോൾ 2 സ്റ്റോക്കോ ഇല്ലെങ്കിൽ 3 സ്റ്റോക്കോ നമ്മൾ ഈ 5 എണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ, 2ഓ 3ഓ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഈ രീതി പിന്തുടർന്നുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. റിസ്ക് റിവാർഡ് 1:2ഓ 1:3ഓ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ വേണ്ടി അതെങ്ങനെ കണ്ടെത്താം എന്നതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ തിയറി പാർട്ട് നമ്മളധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ലൈവായിട്ട് നിങ്ങളിത് കാണിച്ചു തരുവാണ്. അപ്പോൾ നിങ്ങളിത് കണ്ട് ഇത് ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വരും. ഒപ്പം തന്നെ ഓർഡർ ബ്ലോക്കിനെ പറ്റി തിയറി വിശദീകരിക്കുന്ന ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ ആ തിയറി പാർട്ട് പറയുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതിലാണ്. അങ്ങനെ കണ്ട് ഉള്ളിൽ നിന്ന് വരട്ടെ. നമ്മൾ ആ തിയറിയൊക്കെ പഠിച്ച് കാണാപ്പാഠം വെച്ചിട്ട് ചെയ്യുന്നത് പോലെയല്ല, ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ നമുക്ക് ചെയ്തങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം എന്താണ് ഇത്രയും സ്റ്റോക്കുകൾ നടക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.